ഹായ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ വുമൺ പോലീസ് കോൺസ്റ്റബിളിൻ്റെ നോട്ടിഫിക്കേഷൻ ആയി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ വുമൺ പോലീസ് കോൺസ്റ്റബിളിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ വരാൻ പോവുകയാണ് 2025 കേട്ടോ. 2024 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വരെ ആയിട്ടുണ്ട്. ഇപ്പോൾ 2025 വീണ്ടും നോട്ടിഫിക്കേഷൻ ഉണ്ടാകും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 വർഷമായിരുന്നു. ഇപ്പോൾ ഇത് 3 വർഷം എന്നുള്ളത് മാറ്റിയിട്ട് 1 വർഷം വർഷമാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത് കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ നോട്ടിഫിക്കേഷൻ എപ്പോഴത്തേക്ക് പ്രതീക്ഷിക്കാം, പിന്നെ അതിൻ്റെ യോഗ്യത, പ്രായപരിധി, പിന്നെ ജനറൽ കാറ്റഗറി എത്ര, OBCക്ക് എത്ര, SC/STക്ക് എത്ര, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഓൾഡ് കട്ട് ഓഫ് എത്ര പേർക്ക് നിയമനം നടന്നിരുന്ന ഏകദേശം, പിന്നെ നിലവിൽ 2024 വിളിച്ചതിൻ്റെ ഷോർട്ട് ലിസ്റ്റ്, അതിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ എത്ര പേരെ ഉൾപ്പെടുത്തിയിരുന്നു, പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിലബസ്, പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ജസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോ ക്ലാസ് ആയിട്ട് എടുക്കുന്നില്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കാണിച്ച് തന്നിട്ട് എങ്ങനെയൊക്കെ ആയിരിക്കാം ക്വസ്റ്റ്യൻ വരാൻ സാധ്യത എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് തന്നെ 2024 നവംബർ 11 ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനത്തിലാണ് വീണ്ടും കേരള പോലീസ് വകുപ്പിലെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അല്ലെങ്കിൽ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന് പറയുന്ന തസ്തികകളിലേക്ക് വീണ്ടും നോട്ടിഫിക്കേഷൻ PSC ക്ഷണിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, വരാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനായിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ എടുത്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല 34 കാറ്റഗറി, ഇത് ഉൾപ്പെടെ 34 കാറ്റഗറിയിലേക്കാണ് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നത്. നമ്മൾ ഈ ഒരു ചാനലിൽ ഡ്രൈവർ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമായിട്ട്, അല്ലെങ്കിൽ ഡ്രൈവർ OA, പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, എക്സൈസ് ഡ്രൈവർ, ഫയർമാൻ ഡ്രൈവർ, അതുപോലുള്ള പോസ്റ്റുകളിലേക്ക് മാത്രമായിട്ട് തുടങ്ങിയ ചാനലാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഈ ഒരു ഇതെന്ന് മാത്രമേ പറയുന്നുള്ളൂ. നമ്മുടെ PSC റാങ്ക് എന്ന ചാനലിൽ മറ്റൊരു വീഡിയോ ചെയ്തിടാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കേരള പോലീസ് വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന് പറയുന്ന ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് ഞാൻ വിളിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഏജ് ലിമിറ്റ് എത്ര എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെ ജനറൽ കാറ്റഗറിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാം കേട്ടോ. ജനറൽ കാറ്റഗറിയാണ് അത്. ഈ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കണ്ട, അത് കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചതിൻ്റെയാണ്. 20 തൊട്ട് 28 വരെ. പുതിയ നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ ഇവിടെ പറയാം കേട്ടോ അതിൻ്റെ. പിന്നെ അതിൻ്റെ ഏജ് റിലാക്സേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 31 വയസ്സ് വരെ OBC കാറ്റഗറിക്കും SC/ST വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 33 വയസ്സ് വരെ അയക്കാനായിട്ട് സാധിക്കും. പിന്നെ അവർ ഇതിനകത്ത് കാൻഡിഡേറ്റ്സ് ബിലോങ്സ് ടു ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ടൈപ്പ്, അത് 33 വയസ്സ് വരെ. പിന്നെ എക്സ് സർവീസ്മാൻ ആണ് എങ്കിൽ 41 വയസ്സ് വരെയും അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്കെയിൽ ഓഫ് പേ ഉള്ള, ഏകദേശം 31,100 തൊട്ട് 66,800 വരെ സ്കെയിൽ ഓഫ് പേ ഉള്ള നല്ലൊരു പോസ്റ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം തൊട്ടാണ് ആദ്യമായിട്ട് ഇത് വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന പേരിലും വിളിച്ചു തുടങ്ങിയത്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഏകദേശം 60 ബിലോ ആയിരിക്കും കട്ട് ഓഫ് മാർക്ക് മിക്കപ്പോഴും വരിക എന്ന് ഓർത്തിരിക്കുക. അപ്പം ഒരു 60 ബിലോ മാർക്കിൽ എഴുതി കയറാൻ പറ്റുന്ന ഒരു പോസ്റ്റാണിത്. കാരണം ഏജ് ലിമിറ്റ് താഴ്ത്തിയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മത്സരം മറ്റ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ അല്ലെങ്കിൽ മറ്റ് VDSലേക്ക് ആൾക്കാരെ കുറച്ചാണല്ലോ പെടുന്നത്. അപ്പോൾ അതുപോലുള്ള മറ്റ് പരീക്ഷകൾ ചെറിയ നോട്ടിഫിക്കേഷനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ, ചെറിയ നോട്ടിഫിക്കേഷൻ എന്ന് വെച്ചാൽ കമ്പനി ബോർഡിൻ്റെ ഉൾപ്പെടുത്തുണ്ടായാലും, കമ്പനി ബോർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല നിയമനം നടക്കുന്നത് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിനകത്ത് കയറി നോക്കാവുന്നതാണ്. 150+, ഏകദേശം 200 അടുത്ത് ഓപ്പൺ നിയമനങ്ങൾ നടക്കുന്നത്. 200 അടുത്ത് ഓപ്പൺ കാറ്റഗറിയിൽ തന്നെ പോയിട്ടുണ്ട്. ഇപ്പോൾ 200 മുകളിൽ നിയമനം നടക്കുന്നതാണ്. കമ്പനി ബോർഡ് കോർപ്പറേഷൻ്റെ LMB HD, അതായത് ഇതിപ്പോൾ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ട് പരീക്ഷ നടക്കാൻ പോകുന്നത്. അതിന് മുകളിൽ ഒരു നിയമനം നടക്കുന്ന പോസ്റ്റാണ് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അല്ലെങ്കിൽ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്നുള്ള. കഴിഞ്ഞ നോട്ടിഫിക്കേഷന് മുന്നുള്ള നോട്ടിഫിക്കേഷനിൽ അത്യാവശ്യം മെയിൻ ലിസ്റ്റ് അത്യാവശ്യം എല്ലാ ആൾക്കാരും തന്നെ പോയി എന്ന് പറയാം. അതായത് അത് 3 വർഷമായിരുന്നു എന്ന് ഓർത്തിരിക്കുക. പിന്നെ ഇത്തവണത്തെ 2024 വിളിച്ചു കഴിഞ്ഞപ്പോൾ 416 2023 എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് എത്ര പേരെ ഉൾപ്പെടുത്തി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഷോർട്ട് ലിസ്റ്റിൽ അവർ ഉൾപ്പെടുത്തിയിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ലിസ്റ്റിൽ 560 പേരെ ഉൾപ്പെടുത്തിയിരുന്നു കേട്ടോ. 560 പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്ന് ഓർത്തിരിക്കുക. സപ്ലി ലിസ്റ്റ് 253 പേരെ ഉൾപ്പെടുത്തിയിരുന്നു. ടോട്ടൽ 213 പേരാണ് ഉൾപ്പെടുത്തിയത്. ഓക്കെ, അതിനകത്ത് ഭൂരിപക്ഷം ഉദ്യോഗാർത്ഥികൾക്കും നിയമനം ലഭിക്കാൻ തന്നെയാണ് സാധ്യത. ഓക്കെ, അപ്പോൾ ഇതിന് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇനി
വേഗം തന്നെ നോട്ടിഫിക്കേഷൻ വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിസ്റ്റിന് കാലാവധി ഒരു വർഷമേ ഉള്ളൂ. അതുകൊണ്ടാണ് വേഗം വന്നത്. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വരാൻ കാത്തിരിക്കാതെ വേഗം തന്നെ പഠിച്ചോളുക. ഇനി ബാക്കി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12th പാസ്സാണ് കേട്ടോ. പാസിന് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എക്സാമിനേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള VHSC ഇല്ലേ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, അത് VHSC പാസ്സിരുന്നാലും മതി എന്ന് ഓർത്തിരിക്കുക. നേരത്തെ ഇത് 10 ആയിരുന്നു, ഇതിപ്പം +2 ആക്കി ഉയർത്തിയിട്ടുണ്ടെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ മസ്റ്റ് പോസസ് എ കറണ്ട് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഫോർ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ഉള്ളതിൻ്റെയും LMVയുടെയും അതുപോലെ തന്നെ ഹെവി പാസഞ്ചർ വെഹിക്കിൾസ് ആൻഡ് ഹെവി ഗുഡ്സ് വെഹിക്കിൾസിൻ്റെയും ഇത് ഡ്രൈവേഴ്സ് ബാഡ്ജും വേണമെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഹെവി ഉള്ളതുകൊണ്ടാണ് ബാഡ്ജ് പറഞ്ഞിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇത് ഒരു പ്രൊവിഷ്യൻസി ടെസ്റ്റിലൂടെ തെളിയിക്കുന്നതാണ്. അത് നമ്മൾ OMR പരീക്ഷ എഴുതി കഴിഞ്ഞുകൊണ്ട് OMRൽ ഉൾപ്പെടുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ അവർ അല്ലെങ്കിൽ അതിന് മുന്നേക്ക് ആയിട്ട് ഒരു ടെസ്റ്റ് നടത്തും. അത് H ടെസ്റ്റ് ആയിരിക്കും നടത്തുക T ടെസ്റ്റ് ആയിരിക്കും നടത്തുക എന്ന് ഓർത്തിരിക്കുക കേട്ടോ. T ടെസ്റ്റ്. ഓക്കെ, LMV ആണെങ്കിൽ H ടെസ്റ്റ്, ഇത് ഹെവി ആയതുകൊണ്ട് T ടെസ്റ്റ് ആയിരിക്കും നടത്തുക. മിക്കവാറും KSRTC ആയിരിക്കും തരിക എന്ന് ഓർത്തിരിക്കുക. അത് പാസ്സായി കഴിയുമ്പോൾ അതിൻ്റെ ഒരു മാർക്കുണ്ട്, അത് 30 മാർക്കുണ്ട്. ആ 30 മാർക്കും കൂടെ ഈ OMRൻ്റെ കൂടെ 100 + 30 കൂടെ ആഡ് ചെയ്തിട്ടാണ് വരിക എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഫിസിക്കൽ ക്വാളിഫിക്കേഷനും വേണം. ഫിസിക്കലും ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ഇതിന് മുന്നേ വിളിച്ചതിനൊന്നും ഫിസിക്കൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിന് ഫിസിക്കൽ ഉണ്ടെന്ന് ഓർത്തിരിക്കുക. മസ്റ്റ് നോട്ട് ലെസ് ദാൻ 168 സെൻറ്റിമീറ്റർ ആൻഡ് 157 സെൻറ്റിമീറ്റർ ഫീമെയിൽ കാൻഡിഡേറ്റ്. പുരുഷ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ 168 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം, ഹൈറ്റ് എന്നുള്ളത്. ഓക്കെ, ഫീമെയിൽ കാൻഡിഡേറ്റ് 157 ഉണ്ടായിരിക്കണം. പിന്നെ ചെസ്റ്റിൻ്റെ കാര്യം വെച്ചാൽ മസ്റ്റ് നോട്ട് ലെസ് ദാൻ 81 സെൻറ്റിമീറ്റർ അറൗണ്ട് ചെസ്റ്റ് വിത്ത് എ മിനിമം എക്സ്പാൻഷൻ ഓഫ് 5 സെൻറ്റിമീറ്റർ ഇൻ മെയിൽ കാൻഡിഡേറ്റിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. പിന്നെ ഫിസിക്കലുണ്ട് അല്ലേ, ഫിസിക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരുഷന്മാർക്കുണ്ട് ലേഡീസിനും ഉണ്ടെന്ന് ഓർത്തിരിക്കുക. പുരുഷന്മാരാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ് മസ്റ്റ് ക്വാളിഫൈ ഇൻ 5 ഇവൻറ്റ്സ് ഓഫ് 8 എണ്ണത്തിൽ 8 ഇവൻറ്റ്സിൽ 5 എണ്ണമെങ്കിലും പാസ്സായിരിക്കണം. ആ മെയിൽ കാൻഡിഡേറ്റ്സ് എന്നുള്ള ഇവൻറ്റ്സ് ആണ് ഈ താഴെ പറയുന്ന ഈ 8 എണ്ണത്തിൽ 5 എണ്ണമെങ്കിലും പാസ്സായിരിക്കണം. ഫീമെയിൽസ് ആണെങ്കിൽ 7 എണ്ണത്തിലാണെന്നാണ് പറയേണ്ടത്. 7 ഐറ്റത്തിൽ 5 എണ്ണമെങ്കിലും പാസ്സായിരിക്കണം എന്നാണ് പറയുന്നതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. താഴെ 7 എണ്ണം കാണിച്ചിട്ടുണ്ട്, സ്കിപ്പിംഗ് ഉൾപ്പെടെ. 7ൽ 5 ഫീമെയിലും പാസ്സായിരിക്കണം എന്നാണ് പറയുന്നതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ മെഡിക്കലിൻ്റെ ഫോമൊക്കെയാണ് ഈ താഴെ തന്നിരിക്കുന്നത്. നിങ്ങൾ ലിസ്റ്റിൽ വന്നു കഴിയുമ്പോൾ ഇതൊക്കെ പൂരിപ്പിച്ചാണ് കൊടുക്കേണ്ടതെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി ഇതിൻ്റെ സിലബസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇതിൻ്റെ സിലബസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ +2 ലെവലാക്കിയപ്പോൾ സിലബസും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലേറ്റസ്റ്റ് ആയിട്ട് 2025 വിളിക്കാൻ പോകുന്നതിന് സിലബസ് 99% ഇത് തന്നെ ആവാനാണ് സാധ്യത. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് വന്നിട്ടുണ്ട്. ഭൂമി ചരിത്രം എന്ന് പറയുന്നത് ധനതത്വശാസ്ത്രം എന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന 6 മാർക്ക് സഹിതമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും, ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, കലാ, കായികം, സാഹിത്യം, സംസ്കാരം. അപ്പോൾ നിങ്ങൾക്ക് ഓർക്കും കമ്പനി ബോർഡ് കോർപ്പറേഷൻ്റെ ഡ്രൈവർ കമോയെ വിളിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ സിലബസ് ഇതാണോ എന്ന്. അതിൻ്റെ സിലബസ് ഇതല്ല, അത് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ കയറി നോക്കാവുന്നതാണ് കേട്ടോ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50 മാർക്ക് GKയും അതിനകത്ത് കറണ്ട് അഫയേഴ്സും പൊതുജനാരോഗ്യം കൂടി വരും. പിന്നെ 50 മാർക്ക് എന്നുള്ളത് ഡ്രൈവിംഗ് പാർട്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണെന്ന് ഓർത്തിരിക്കുക. ഇതിനകത്ത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് +2 സിലബസ് എന്ന് ഓർത്തിരിക്കുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അതിൻ്റെ സിലബസ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെ നോട്ടിഫിക്കേഷൻ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റും പിന്നെ ഫയൽസിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ കമ്പനി ബോർഡ് കോർപ്പറേഷൻ എല്ലാത്തിൻ്റെയും സിലബസും ഒക്കെ PDF നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ടെലഗ്രാമിൽ ഡ്രൈവർ എക്സാംസ് ക്രാക്കർ എന്ന വീഡിയോ കണ്ടതിന് ശേഷം ഡ്രൈവർ എക്സാംസ് ക്രാക്കർ എന്ന, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. ലിങ്ക് 1-2 വട്ടം വർക്ക് ചെയ്യില്ലെങ്കിൽ 2-3 തവണയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ടെലഗ്രാമിൽ പോയിട്ട് ഡ്രൈവർ എക്സാംസ് ക്രാക്കർ ഷെയർ ചെയ്ത് നോക്കുക. ഏകദേശം 1.7K സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ്. അതിനകത്ത് കയറാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. പിന്നെ ഇതിൻ്റെ ക്ലാസ്സിൻ്റെ കാര്യം ഞാൻ പറയാനായിട്ട് വിട്ടുപോയി. ഓൺലൈൻ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അത് കമ്പനി ബോർഡ് കോർപ്പറേഷനായിട്ടും ഉണ്ട്, അതുപോലെ തന്നെ പോലീസ് ഡ്രൈവർക്കായിട്ടും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ന്യൂ സിലബസ് ബേസിഡിൽ വരുന്ന ഡ്രൈവർ പാർട്ട് കേട്ടോ, നമുക്ക് എല്ലാം ഇല്ല. 5 പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാത്തിനായിട്ട് കോഴ്സ് എടുക്കുന്നില്ല. ഞാൻ നമ്മുടെ ഈ ക്ലാസ്സിൽ എടുത്തു കൊടുക്കുന്നത് വെച്ചാൽ ഡ്രൈവർ ലൈസൻസ് അടിസ്ഥാനമാക്കിയ ചോദ്യങ്ങൾ. ഇതിനകത്ത് വന്നു കഴിയുമ്പോൾ 30 മാർക്കിനും കമ്പനി ബോർഡ് കോർപ്പറേഷൻ ഡ്രൈവർ കമോയ്ക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ 50 മാർക്കിനുമുള്ള
ഇതിനാണ് പാർട്ട് ക്ലാസ്സിനാണ് എടുത്തു കൊടുക്കുന്നതെന്ന് ഓർത്തിരിക്കുക. അത് നിങ്ങൾക്ക് കമ്പനി ബോർഡ് കോർപ്പറേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ കമ്പനി ബോർഡ് കോർപ്പറേഷൻ ആയിട്ട് 50 മാർക്ക് ഇവിടെ ഓക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനി ബോർഡ് കോർപ്പറേഷൻ ഡ്രൈവർ കമ്മോയുടെ എക്സാം വരെ ലഭിക്കുന്നതാണ്. പോലീസ് ഡ്രൈവറിനാണ് എടുക്കുന്നതെങ്കിൽ ഈ 30 മാർക്കിനുള്ള പാട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് ഡ്രൈവർ അല്ലെങ്കിൽ വുമൺ പോലീസ് ഡ്രൈവർ കമ്മോയുടെ എക്സാം വരെ എടുത്ത റെക്കോർഡ് ക്ലാസ്സുകൾ നമ്മൾ ക്ലാസ് തീർത്ത് തരും, പക്ഷേ എടുത്ത റെക്കോർഡ് ക്ലാസ്സുകൾ ആ എക്സാം വരെ ലഭിക്കുന്നതാണ് മറ്റൊരു ഫീയും കൂടാതെ. ഓക്കെ, ഈ കമ്പനി ബോർഡിൻ്റെ ക്ലാസ് ഇപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ. ചെറിയൊരു ഡിലേ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു, അതായത് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു, പക്ഷേ അതിൻ്റെ എക്സാം ഡേറ്റ് ഒന്നും വരാത്തതുകൊണ്ട് കുറച്ച് ക്ലാസ്സും കൂടെ അതിനകത്ത് തീരാനുണ്ട്. അത് തീർത്ത് തരുന്നതാണ് എക്സാമിന് മുന്നേ എന്ന് വെച്ചാൽ അതിൻ്റെ കൺഫർമേഷൻ വരുമ്പോഴത്തേക്കും. ഓക്കെ, അപ്പം ഇനിയും താല്പര്യമുള്ളവർക്ക് ഈ കമ്പനി ബോർഡ് കോർപ്പറേഷൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓൾറെഡി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ആ ക്ലാസ് ഇപ്പോഴും എടുത്ത ക്ലാസ്സുകൾ കണ്ടു പഠിക്കാവുന്നതാണ്. ബാക്കി ക്ലാസ്സുകൾ എത്രയും പെട്ടെന്ന് തീർത്ത് തരുന്നതാണ്. ഓക്കെ, അതിനകത്തും നിങ്ങൾക്ക് ഈ പറയുന്ന പുതിയ സിലബസ് അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സുകളും എടുത്തു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ക്ലാസ്സിലുള്ളവർ ഇനി സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്ത് പൈസ ഒന്നും അടയ്ക്കേണ്ട കാര്യമില്ല. നമ്മുടെ ബാച്ചിലുള്ളവർക്ക് ഈ ഒരു വേറെ ഫീയും കൂടാതെ ഈ ഒരു മാർക്കിനുള്ളത് എടുത്തു തരും. പക്ഷേ അത് അപ് ടു പോലീസ് ഡ്രൈവർ എക്സാം വരെ ലഭിക്കണം എന്നില്ല. അത് എക്സാം വരെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ കമ്പനി ബോർഡിൻ്റെ കഴിഞ്ഞ് കഴിയുമ്പോൾ റിന്യൂ ചെയ്തെടുത്താൽ മതി കേട്ടോ. അല്ലാതെ ഇപ്പോൾ അതിനകത്ത് പുതിയതിനകത്ത് ഫീ അടച്ച് ചേരണമെന്നൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ സിലബസ് കണ്ടല്ലോ. അതിൻ്റെ സിലബസും നമ്മുടെ ആ ടെലഗ്രാം ചാനലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഉണ്ടോ ആനുകാലിക വിഷയങ്ങൾ, അതായത് കറണ്ട് അഫയേഴ്സ് ആണ് പറയുന്നത്. പിന്നെ ലഘു ഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധന മാത്സ് കയറി വരുന്നുണ്ട് കേട്ടോ. മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി കയറി വരുന്നുണ്ട്. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ സ്പെഷ്യൽ ടോപ്പിക്ക് 20 മാർക്കിന് വരുന്നുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പോലീസ് ഡ്രൈവറാണല്ലോ. അപ്പോൾ ആ പോലീസ് ഡ്രൈവറുമായി പോലീസ് ഡ്രൈവർ എന്നല്ല, പോലീസ് ഡ്രൈവറാണ്. ആ പോലീസിലേക്കുള്ള ജോലിയാണല്ലോ. അപ്പോൾ പോലീസിലേക്കുള്ള ജോലിയുമായി ബന്ധപ്പെട്ട IPC അങ്ങനെയുള്ള സെക്ഷനുകളെ ബന്ധപ്പെട്ട ഒരു 20 മാർക്കിന് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ എടുക്കുന്ന കോഴ്സ് ഈ ഒരു 30 മാർക്കിനാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽ സിലബസ് താഴെ പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ PDF വേണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ആയിരിക്കും 99% ഇത്തവണ 2025 എൻ്റെ സിലബസ് വന്നില്ല. നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനൽ കയറി നോക്കിയാൽ മതി. അല്ലെങ്കിൽ PSCയുടെ സൈറ്റിൽ കിടക്കുന്നുണ്ട്. PSCയുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ അറിയത്തില്ലാത്തവർക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ കയറിയിട്ട് അതിൻ്റെ ഫയൽസിൽ പോയിട്ടുണ്ടെങ്കിലും ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് വന്നു കഴിയുമ്പോൾ ഇടുന്നത് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെന്താണ്, ഇത്തരം കാര്യങ്ങളാണുള്ളത്. പിന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ ഇട്ട് തരാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് വീഡിയോസ് ചെയ്ത് ഇടാം കേട്ടോ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഡ്രൈവർ പാർട്ടുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വന്നിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഇത് നമ്മൾ പുതിയ കോഴ്സുകളിലും ആദ്യം ഉൾപ്പെടുത്തുന്നതായിരിക്കും. ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് പഠിപ്പിച്ചു പോവുക. പിന്നെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്ക്, അതായത് 30 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഇതാണ്. 30 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് എന്ന് പറയുന്ന സംഭവങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാനമാക്കിയ ചോദ്യങ്ങൾ ഇത് ഫുള്ള് ഇതുപോലെ തന്നെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ എടുത്തു വരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ടെലഗ്രാം ചാനലിലേക്ക് വരിക. ടെലഗ്രാം ചാനലിൽ എൻ്റെ ടെലഗ്രാം ID കൊടുത്തിട്ടുണ്ടാകും. ആ ടെലഗ്രാമിൽ മാത്രം മെസ്സേജ് അയക്കുക കേട്ടോ. ടെലഗ്രാമിൽ മാത്രം മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ടെലഗ്രാമിൽ മാത്രം മെസ്സേജ് അയക്കാനാണ് ഞാൻ റീപ്ലൈ തരുന്നതാണ്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇട്ടുകൊള്ളുക, അറിയാവുന്നതാണ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് നോട്ടിഫിക്കേഷനൊക്കെ വരാൻ പോകുന്ന സ്ഥിതിക്കും കമ്പനി ബോർഡ് കോർപ്പറേഷൻ ഡ്രൈവർ കമ്മോയുടെ എക്സാം നടക്കാൻ പോകുന്ന സ്ഥിതിക്കും ക്ലാസ്സുകളൊക്കെ റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഫ്രീ ആൻഡ്. പിന്നെ നമ്മൾ പെൻഡിങ് വെച്ചിട്ടുള്ള കുറച്ച് പെയ്ഡ് ക്ലാസ്സുകളിൽ കുറച്ച് ബാക്കിയുണ്ട്. അതും ഉടനെ തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്ക് മുതൽ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും ഇത് അപ്ലൈ ചെയ്യാനായിട്ട്, ക്വാളിഫിക്കേഷനുള്ള എല്ലാവരും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ എല്ലാവരും പെട്ടെന്ന് ബാഡ്ജിൻ്റെ കാര്യമൊക്കെ ഒന്ന് നോക്കിക്കോളൂ. ബാഡ്ജിൻ്റെ വാലിഡിറ്റിയുടെ കാര്യമൊക്കെ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എന്ന് പറയുന്നുണ്ട് വാലിഡിറ്റി എന്നുള്ളത്. ഇപ്പോൾ ബാഡ്ജിൻ്റെ വാലിഡിറ്റി 5 വർഷമൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഓൾറെഡി 3 വർഷത്തേക്കാണ് കിടന്നിരുന്നത്, 3 വർഷം കാണുന്നുള്ളൂ. പക്ഷേ ആക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി 3 വർഷമാണെങ്കിൽ അത് കിടന്നത് 3 വർഷം കാണുന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ബാഡ്ജ് എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, ലൈസൻസ് പുതുക്കാറായി, ഈ പ്രായം കുറഞ്ഞവരായതുകൊണ്ട് പുതുക്കാറാകാൻ സാധ്യതയില്ല. ഓക്കെ, അപ്പം ബാഡ്ജിൻ്റെ കാര്യമൊക്കെ നോക്കുക. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോ അറിയിക്കുന്നതാണ്. അല്ലെങ്കിൽ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, ടെലഗ്രാം ചാനൽ അറിയിക്കുന്നതാണ്. എന്നിട്ട് അപ്ലൈ ചെയ്യുക. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ കൺഫർമേഷനോട് കൊടുക്കണം എന്ന് ഓർത്തിരിക്കുക. കൺഫർമേഷൻ കൊടുത്തിട്ട് നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതുക. എല്ലാവർക്കും പോലീസ് കോൺസ്റ്റബിൾ ആയിട്ട് ജോലി ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു എന്താണ് ഒരു തസ്തിയാണ്. കാരണം
ഒരു 2-3 കടമ്പയുണ്ട്, OMR ഉണ്ട്, പിന്നെ നമ്മുടെ ഫിസിക്കലുണ്ടാവും. അതിനിടയ്ക്ക് നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റും ഉണ്ടാവും. ഇത് 3 കടമ്പ കടന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ചാൻസാണ്. നല്ല സ്റ്റാർട്ടിങ്ങിന് നല്ല സാലറി കിട്ടും. കട്ട് ഓഫ് ഏകദേശം 60 താഴെയായിരിക്കും വരിക എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും അവസരം പ്രയോജനപ്പെടുത്തി നല്ലൊരു ജോലിയിലേക്ക് എത്തുകയെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം അടുത്തൊരു ക്ലാസ്സിൽ അല്ലെങ്കിൽ മോട്ടിവേഷൻ വീഡിയോയിൽ കാണാം. ഓക്കെ.